ഹായ് ചങ്കുകളെ, വെൽക്കം ടു അവർ ചാനൽ യുവർ ചങ്കത്തി. ഇത് എൻ്റെ പുതിയൊരു കുഞ്ഞു ചാനലാണ്. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ കുറേ റിലേഷൻസ് റിലേറ്റഡ് പ്രോബ്ലംസ് അത് സോൾവ് ചെയ്യാനുള്ള ടിപ്സ്, പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗോസിപ്സും. ഇവിടെ സീരിയസ് ആയ കുറേ ടോപ്പിക്സ് ഉണ്ട്, പക്ഷേ അതിനൊന്നും ഒട്ടും സീരിയസ് മൂഡില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഹസ്ബൻഡ് വേഴ്സസ് വൈഫ്, ഫാമിലി ലെവൽ ബ്രസൽമാനിയ. ഈ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അതിന് ഇടയ്ക്കൊക്കെ ഒരു ഇലക്ട്രിക് ഷോക്ക് കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ മതി തുടക്കത്തിൽ തന്നെ, അല്ലാണ്ട് അതൊന്നും വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മുടെ ഇടയിൽ മൂന്നാമത്തെ ഒരാളെ കൊണ്ടുവരരുത്. കൊണ്ടുവന്നാലത്തെ കാര്യം അറിയാമല്ലോ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് നമ്മളെ പരസ്പരം അറിയണ പോലെ മൂന്നാമത്തെ ഒരാൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ വെറുതെ അവരെ വലിച്ചു നീട്ടി ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ബന്ധം കൂടി പോകത്തേ ഉള്ളൂ. അതിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടുകാരായാലും ശരി, കൂട്ടുകാരായാലും ശരി, നമ്മൾ സോൾവ് ആക്കേണ്ട പ്രശ്നം നമ്മൾ തന്നെ സോൾവ് ആക്കുക. അല്ലാണ്ട് ബന്ധുക്കളെ ആയാലും വീട്ടുകാരെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ ആയാലും ആരും ഇതിൽ ഇൻവോൾവ് ചെയ്യരുത്. നമുക്ക് നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മൂന്നാമത്തെ ഒരാളെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ അഭിപ്രായങ്ങളായി, അവരുടെ വക ഉപദേശങ്ങളായി, നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ പാർട്ട്ണറായിട്ട് എങ്ങനെയാണ്, നമ്മുടെ പാർട്ട്ണറുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് പരസ്പരം അറിയും. പക്ഷേ മൂന്നാമത്തെ ഒരാൾക്ക് അറിയോ? ഇല്ല. അപ്പോൾ പിന്നെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ ബന്ധത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താവും? ഉള്ള ബന്ധം കൂടി വഷളായി പോകത്തേ ഉള്ളൂ. അതിപ്പോൾ എത്ര വലിയ കൂട്ടുകാരാണെന്ന് പറഞ്ഞാലും ശരി, എത്ര നല്ല പാരൻസ് ആണെന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പാരൻസിനോട് പോലും പറയാൻ പാടില്ല. കാരണം അവർക്കറിയില്ലല്ലോ നമ്മളുടെ പാർട്ട്ണറായിട്ടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. അവരോട് നമ്മൾ പറയുമ്പോൾ നമ്മൾ വഴക്കിട്ട കാര്യമായിരിക്കും പറയണ്ടാവുക. അപ്പോൾ അവരുടെ മനസ്സിൽ ആ നെഗറ്റീവായ കാര്യമായിരിക്കും കിടക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള പരിഹാരം അവർ പറയും. പക്ഷേ അതിലോട്ട് എന്തിനു പോകേണ്ട ആവശ്യം? ഒരിക്കലും നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ആക്കണ പോലെ മൂന്നാമത്തെ ഒരാൾക്ക് സോൾവ് ആക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മുടെ ജീവിതത്തിലോട്ട് മൂന്നാമത്തെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കോർട്ടിൽ പോയിട്ടേ അവസാനിക്കുള്ളൂ. അത്രയും വഷളാക്കി കയ്യിൽ മടക്കി തരും. അതെന്നെ കാര്യം. പിന്നെ കുറച്ച് മസാല ബന്ധുക്കളുണ്ടല്ലോ, അയ്യോ, എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അത് എക്സാജറേറ്റ് ചെയ്ത് വലുതാക്കി ബലൂൺ പോലെ വീർപ്പിച്ച് കയ്യിൽ മടക്കി തരാൻ പറ്റിയ ബന്ധുക്കളുണ്ട്. അപ്പം അതിലോട്ടൊന്നും പോകാൻ നിൽക്കാണ്ട് നമ്മളുടെ പാർട്ട്ണറായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ തന്നെ സംസാരിച്ച് തീർക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യമാണ്, ഇപ്പോൾ വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാര്യം മാത്രം സംസാരിക്കുക. അല്ലാണ്ട് പണ്ട് എന്നോ ജാമ്പവാൻ്റെ കാലത്ത് നടന്ന വഴക്കിനെല്ലാതും ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള വഴക്കിൻ്റെ മുകളിൽ ഒരു വഴക്കും കൂടിയും അതിൻ്റെ മുകളിൽ വേറെ വഴക്കും കൂടിയും, അങ്ങനെ രണ്ടുപേരും കൂടി പണ്ടത്തെ കുഴി ഇങ്ങനെ തോണ്ടി ഇരിക്കലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കുക. അല്ലാണ്ട് പഴയ കാര്യങ്ങൾ കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ, വഴക്ക് അവസാനിക്കില്ല. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, വഴക്കിട്ടിരിക്കുമ്പോൾ ഒരിക്കലും മറ്റേ ആളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എന്ന് വെച്ചാൽ, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു കാര്യത്തിനും പറ്റില്ല, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും അറിവിയാണ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, ഇതൊന്നും പറയാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മളോട് ദേഷ്യം ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെയും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ദേഷ്യം എത്രത്തോളം കൂടുന്നറിയാലോ. വഴക്കിട്ടിരിക്കുമ്പോൾ മാക്സിമം മറ്റേ ആളെ ഒന്നും പറയരുത്. അബ്യൂസീവായ ഹേർട്ട്ഫുള്ളായ വേർഡ്സ് ഒരിക്കലും ഉപയോഗിക്കരുത്. അത് പ്രശ്നം കൂടുതൽ വഷളാക്കത്തേ ഉള്ളൂ. പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ചെറുതായി വഴക്കിടുമ്പോഴത്തേനും എനിക്ക് മതിയായി, ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, ഞാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോകും, ഞാൻ ഇങ്ങോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയല്ല
ത്രെറ്റനിങ് ഡയലോഗ്സൊക്കെ ഇല്ലേ, അതൊക്കെ വേണ്ടെന്ന് വയ്ക്കുക. കാരണം അത് മറ്റേ ആളുടെ ഉള്ളിലും വാശി കൂട്ടത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇത്ര വലിയ ഡയലോഗ്സൊക്കെ പഞ്ച് ഡയലോഗ്സൊക്കെ അടിച്ചിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് ശരിയാണോ? അല്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിലും ഒരു ഈഗോ കൊണ്ട് കയറും. ഞാനിങ്ങനെ പറഞ്ഞല്ലോ, ഇനി ഞാനിവിടെ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ആ ഒരു ഈഗോ കൂടി ഇങ്ങോട്ട് കയറിയിട്ട് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ ഉള്ള പ്രശ്നം വഷളായോ? അപ്പോൾ അങ്ങനത്തെ ത്രെറ്റനിങ് ഡയലോഗ്സൊക്കെ വേണ്ടാന്ന് വെക്കുക. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ മൈൻഡ് റീഡിങ് വേണ്ട. എന്നെ പറ്റിയിട്ട് ഇങ്ങനെയാണോ വിചാരിക്കുന്നുണ്ടാവുക, എന്നെ പറ്റി അങ്ങനെയാണോ വിചാരിക്കുന്നുണ്ടാവുക, ഇപ്പം വഴക്കിട്ടിരിക്കില്ലേ, എന്നെ കുറിച്ചിട്ട് എന്തായിരിക്കും മനസ്സിൽ വിചാരിക്കണത്, അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്തത് ഇങ്ങനെയാണോ ചെയ്തത് എന്ന് നമ്മൾ ഊഹിക്കരുത്. ഉള്ളത് മാത്രം വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ പ്രശ്നമായിട്ട് ഇരിക്കുന്നിടത്ത് എന്തിനാ വെറുതെ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണത്? നമ്മൾക്ക് മൈൻഡ് റീഡിങ് അറിയോ? ഇല്ല. മൈൻഡ് റീഡിങ് അറിയുന്നവർക്ക് ഓക്കെ, ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. പക്ഷെ മൈൻഡ് റീഡിങ് അറിയാത്ത സാധാ ആൾക്കാർ വെറുതെ അവരുടെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇവളുടെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്ന് വിചാരിച്ച് വെറുതെ ഉള്ള പ്രശ്നം കൂട്ടേണ്ട ആവശ്യം എന്താ ഉള്ളത്? അല്ലാണ്ട് ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ മൈൻഡ് റീഡിങ് കൂടി ചെയ്തിട്ട് പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? പിന്നെ അടുത്ത കാര്യമാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെടുത്ത് അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അപ്പം നല്ലതായാലും ചീത്തതായാലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. വഴക്കിട്ടിരിക്കുമ്പോൾ മൈ എവറിത്തിങ് ഇസ് ഗോൺ, നോ വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് മീ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, അങ്ങനെയല്ല ചെളി പോസ്റ്റുകളൊക്കെ എടുത്തിടാണ്ട് മിണ്ടാണ്ട് അവിടെ ഇരുന്നാൽ മതി. ഈ പോസ്റ്റ് കാണുന്ന മറ്റേ ആളെന്താ വിചാരിക്കും? നിങ്ങളുടെ പാർട്ട്ണർ എന്ത് വിചാരിക്കും? പാർട്ട്ണർ വിചാരിക്കുന്നത് പോട്ടെ, ബന്ധുക്കൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിലോ പിന്നെ പറയും വേണ്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റില്ലേ, മൂന്നാമതൊരാളെ ഇൻക്ലൂഡ് ആക്കുന്നത്, അതിലോട്ടാവും പിന്നെ അവരുടെ വക ഊഹിക്കല്, അവരുടെ വക സെലിബ്രേഷൻസ്, അവളുടെ വീട്ടിലപ്പോൾ പ്രശ്നമാണല്ലേ എന്നൊക്കെ വിചാരിക്കല്. അപ്പോൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അതിലോട്ടൊന്നും കിടക്കണ്ട. ഇല്ലെങ്കിൽ എന്ത് നമ്മൾ പോസ്റ്റ് ഇട്ടാലും, നമ്മുടെ ആഘോഷങ്ങൾ പോസ്റ്റ് ഇട്ടാലും ഒരു ലൈക്കോ ഒരു റിപ്ലൈ തരാത്ത ബന്ധുക്കളായിരിക്കും ഇങ്ങനെയുള്ള പോസ്റ്റ് കണ്ട് അപ്പം റിപ്ലൈ ചെയ്യുന്നത്. എന്ത് പറ്റി നിനക്ക്, എന്ത് പറ്റി, നിന്റെ പ്രശ്നങ്ങൾ എന്താണ്, എന്നോട് പറയൂ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഈ പാർച്ചിലിൻ്റെ പിന്നിലെ കാര്യം നമുക്കറിയാലോ. നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാനുള്ള ഉദ്ദേശമേ അല്ല, അത് കൂടുതൽ എങ്ങനെ വഷളാക്കും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കടുങ്കൈയൊന്നും ചെയ്യാൻ നിൽക്കരുത്. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ മുമ്പിൽ വഴക്കിടരുത്. വഴക്ക് നമ്മൾ തമ്മിൽ ഉണ്ടാവുമായിരിക്കും, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാവുമായിരിക്കും. പക്ഷെ അത് മക്കളുടെ മുമ്പിൽ കാണിക്കാൻ നിൽക്കരുത്. മക്കളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും നല്ല ഏഞ്ചൽസിൻ്റെ പോലുള്ള അച്ഛനമ്മമാരായിരിക്കണം, അല്ലാണ്ട് ഡെബിൾസിൻ്റെ പോലെ അച്ഛനമ്മമാരാവരുത്. അത് കുട്ടികളുടെ മനസ്സിലൊരു ട്രോമ ഉണ്ടാക്കുകയും ചെയ്യും, അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചിട്ടുള്ള വിലയും പോകും. കുട്ടികളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ വഴക്കിടുക, കുട്ടികൾ തന്നെ വിചാരിക്കരുത് എന്ത് ദൈവമേ ഞാൻ എന്തിനാണ് ഈ വീട്ടിൽ വന്ന് ജനിച്ചതേ എന്ന്. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും വഴക്കിടരുത്. അത് അവരുടെ ബിഹേവിയറിനെ കൂടി മാറ്റിമറിക്കുന്നതായിരിക്കും. ഇതൊക്കെ കണ്ടിട്ടല്ലേ അവരും വളരുക. പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളായിരിക്കും ഒരു എക്സാമ്പിളായിട്ട് അവരുടെ ജീവിതത്തിൽ എടുക്കുക. അപ്പം മക്കളെങ്കിലും ജീവിതം നന്നായി പോട്ടെ, അവരുടെ മുമ്പിൽ എന്തിനാ വഴക്കിടേണ്ട ആവശ്യമുള്ളത്? പിന്നെ വഴക്കിട്ടിരിക്കുമ്പോൾ കുറേ ദിവസം ഇങ്ങനെ അവാർഡ് പടം പോലെ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കാണ്ട് ഒരു ബ്രേക്ക് കൊടുക്കടോ. ഇങ്ങനെ അവാർഡ് പടം പോലെ മിണ്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ എന്തെങ്കിലും തോന്നാറുണ്ടോ? എന്തെങ്കിലും ഫീലിങ്സ് തോന്നാറുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഈ വഴക്കിട്ടിരിക്കുമ്പോൾ ആ വഴക്ക് സോൾവ് ആക്കുകയാണോ ചെയ്യുന്നത്, അതോ നിങ്ങളത് കൂടുതൽ വഷളാക്കുകയാണോ ചെയ്യുന്നത്? കൂടുതൽ വഷളാക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നും നിൽക്കാണ്ട് മിണ്ടാണ്ടിരുന്നോളൂ കുറച്ച് നേരത്തേക്ക്, അല്ലെങ്കിൽ മാക്സിമം ഒരു ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഒന്ന് വിട്ടു കൊടുത്തേ പറ്റൂ. അല്ലാണ്ട് ഇവിടെ ഒരു ഈഗോ വരരുത് കേട്ടോ. അവൻ വിട്ടു തരട്ടെ അല്ലെങ്കിൽ അവൾ വിട്ടു തരട്ടെ, അങ്ങനെ ഈഗോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ഒന്ന് വിട്ടു കൊടുക്കണം. ഈ മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. പരസ്പരം അങ്ങോട്ടും മനസ്സിലാക്കി, അവരുടെ നല്ല വശങ്ങൾ മനസ്സിലാക്കി
അതെങ്കിലും ഓർത്തിട്ട് നമ്മളുടെ ഈഗോ ഇല്ലാണ്ടാക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാർട്ട്ണറിനെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഈ വഴക്കിട്ടിരിക്കുന്ന സമയത്തായിരിക്കും എപ്പോഴും നമ്മൾ പറയുക, അപ്പുറത്തെ വീട്ടിൽ അയാളെ കണ്ടില്ലേ, അയാളുടെ ഭാര്യൻ്റെ ബർത്ത്ഡേക്ക് ഡയമണ്ട് നെക്ലേസ് മേടിച്ചു കൊടുത്തു, ഇല്ലെങ്കിൽ നല്ല എക്സ്പെൻസീവ് നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. അങ്ങനെ വഴക്കിട്ടിരിക്കുന്ന സമയത്ത് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പരസ്പരം മേടിച്ചു കൊടുത്ത കാര്യങ്ങളുടെ കണക്കെടുക്കലും പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളുടെ കണക്കെടുക്കലൊക്കെ ആയിരിക്കും. അപ്പം അതിനൊന്നും നിൽക്കണ്ട. വഴക്കിട്ടിരിക്കുമ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അതിപ്പോൾ വഴക്കിട്ടിരിക്കുമ്പോൾ എന്ന് മാത്രമല്ല, വഴക്കില്ലാത്ത സമയത്ത് നമ്മൾ നമ്മുടെ പാർട്ട്ണറെ കമ്പയർ ചെയ്യരുത്. അത് മറ്റേ ആളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കൂട്ടത്തേ ഉള്ളൂ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ പാർട്ട്ണറിന് തുല്യമായിട്ട് നമ്മുടെ പാർട്ട്ണർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പുറത്തെ വീട്ടിലെ കണാരേട്ടനെയും രാഘവേട്ടനെയും അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ സുമതീനെയും ലളിതേനെയും ഒന്നും നോക്കരുത്. നമ്മൾ നമ്മുടെ പാർട്ട്ണറായിട്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക, കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. പലരുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റൊക്കെ കണ്ടിട്ട്, അവരുടെ ജീവിതം എന്ത് സുഖത്തിലാണ് പോകുന്നത്, അവരുടെ ഭാഗ്യം, അവരെവിടേക്ക് ട്രാവൽ ചെയ്യുന്നത്, അവരെന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഓർത്തിട്ട് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ വീഡിയോസും കണ്ടിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുത്തിക്കയറ്റും, ഇങ്ങനെ സ്വയമായിട്ട് കുത്തിക്കയറ്റും. പക്ഷെ നമ്മൾക്കറിയുമോ ഈ ക്യാമറ ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന്? അതൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ എന്തിന് നമ്മുടെ നല്ല രീതിയിൽ പോകുന്ന ജീവിതം ഈ വക ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ നശിപ്പിക്കാൻ നിൽക്കുന്നത്? എത്രയോ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന കപ്പിൾസൊക്കെ അവസാനം ഡൈവോഴ്സിൽ പോയി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്ട്ണറിനെ കമ്പയർ ചെയ്യൽ നിർത്തുക. നമ്മളുടെ പാർട്ട്ണറിന് തുല്യമായിട്ട് നമ്മളുടെ പാർട്ട്ണർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവസാനമായിട്ട് പറയണത്, ആരെങ്കിലൊക്കെ ഒന്ന് വിട്ട് കൊടുക്കണം. ഈഗോ വെച്ചിരിക്കരുത്. ഇല്ലെങ്കിൽ വഴക്കിടുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ടും ഞാൻ ജയിക്കും എന്ന് വിചാരിക്കരുത്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പിന്നെ പറയുക, എങ്ങനെയെങ്കിലും ആ മത്സരം ജയിക്കുക. ഇതൊരു വഴക്കിട്ടിരിക്കുമ്പോൾ ഇതൊരു മത്സരമാണല്ലോ, ഒരു എന്താ പറയുക, ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണല്ലോ വഴക്കിട്ടിരിക്കുന്നത്. ആ ട്രോഫി എനിക്ക് കിട്ടണമെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട കേട്ടോ. ഇതൊരു മത്സരമല്ല. പരസ്പരം വിട്ടുകൊടുക്കണം. അല്ലാണ്ട് എന്ത് കള്ളത്തരം പറഞ്ഞിട്ടായാലും വേണ്ടില്ല, എങ്ങനെ തർക്കിച്ചിട്ടായാലും വേണ്ടില്ല, അവൾ എത്ര താഴ്ത്തിയാലും വേണ്ടില്ല, അല്ലെങ്കിൽ അവൻ എത്ര താഴ്ത്തിയാലും വേണ്ടില്ല, എനിക്ക് ഈ മത്സരം ജയിക്കണം എന്നുള്ളൊരു വാശി ഒരിക്കലും പാടില്ല. പരസ്പരം ഒന്ന് വിട്ടുകൊടുക്കണം. ഒന്ന് താന്നിച്ചിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. സ്നേഹിക്കാൻ മത്സരിച്ചോളൂ, പക്ഷെ വഴക്കിടാൻ മത്സരിക്കരുത്. അത് നമ്മുടെ കുടുംബജീവിതം തകർക്കത്തേ ഉള്ളൂ. അപ്പോൾ ചങ്കുകളെ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്തിക്കോളൂ കേട്ടോ. എല്ലാ പ്രോബ്ലംസും സോൾവ് ആക്കിക്കോളൂ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതിനെ കുറിച്ച്